നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ ഉപരോധിച്ചു. സഹായം അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. മഞ്ചേശ്വരത്തു നിന്നും കാറിൽ കടത്തുകയായിരുന്ന 3.25 കോടി രൂപ പിടികൂടി. ഹൈവേ പെട്രോളിംഗിനിടെയായിരുന്നു ഹവാല പണം പിടികൂടിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വർണ്ണക്കപ്പുമായി വിളംബര ഘോഷയാത്ര നീലേശ്വരത്ത് നിന്നും പ്രയാണം തുടങ്ങി. നവംബർ 21 തിരുവനന്തപുരത്തെത്തും. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം. പടന്ന ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ KSRTC ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ധർണ. മധൂർ ചേനക്കോട് പ്രദേശവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. ചേനക്കോട് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ഹരിതാരവം നടന്നു. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ ഉപരോധിച്ചു. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറിനെ കാണാൻ ദുരിതബാധിതർ നേരിട്ട് എത്തിയത്. ഉറപ്പ് നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് കളക്ടർ രേഖാമൂലം അറിയിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് കിട്ടിയില്ല, മുകളിലോട്ട് ഇനിയും അയക്കണമെന്ന്. നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല, കാരണം ആരോഗ്യമില്ല, ആർക്കും ഇല്ല. ഇവിടെ വന്നവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ അറിയാം. ഇനി അവർക്കും വയസ്സായി പോയി, ആ കുട്ടികൾക്കും വയസ്സായി, അമ്മമാർക്കും വയസ്സായി. അപ്പം നമ്മ ഇനി വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. ഇത് ആവശ്യം അംഗീകരിക്കാൻ കളക്ടർ വിസമ്മതിച്ചതോടെ സമരക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പദ്ധതി നടപ്പിലാക്കാതെ പിരിഞ്ഞു പോകില്ലെന്നും അധികാരികളിൽ നിന്ന് പലതവണ പറ്റിക്കപ്പെട്ടതായും പ്രതിഷേധക്കാർ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്ക് മേലൊരാൾ ആരില്ലത്? നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഉറപ്പാണ്. അങ്ങനെ വിചാരിച്ച് നമ്മൾ കുറച്ച് നിന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും ഡെപ്യൂട്ടി കളക്ടറും കാണുന്നുണ്ട്. ബന്ധപ്പെട്ട് കളക്ടറിന് ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ എത്ര തവണ ഇവിടെ വന്നു? നമ്മൾ സാറ് എത്ര തവണ നമ്മൾ വന്നു? കളക്ടർ നമ്മൾ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു, ആദ്യം 1031 പേർക്കും ചികിത്സ നൽകുമെന്ന് പറഞ്ഞു. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ ചികിത്സ തരാൻ പറ്റില്ല പറഞ്ഞു. വീണ്ടും നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ പോകുമ്പോൾ അവരെന്തൊക്കെയോ പറയുന്നു. നമ്മൾക്ക് ഇതറിയാം, 2017 കഴിഞ്ഞ കാര്യമാണ്. നിരന്തരമായ സമരങ്ങളുടെ കുറച്ച് പേരെടുത്ത് 2019 511 കുട്ടികളെടുത്തിട്ട് ബാക്കി വരുന്ന 1031 പേരെ എത്രയും പെട്ടെന്ന് എടുക്കുന്നു. ഇതേ മുഖ്യമന്ത്രി വാക്ക് തന്നിട്ട് വീണ്ടും നമ്മൾ സമരം ഇങ്ങനെ തന്നെ. 2024 മുഖ്യമന്ത്രി 1031 പേർക്ക് സഹായം നൽകുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത്. ദുരിതബാധിതരുടെ സൗജന്യ ചികിത്സ, പെൻഷൻ, ആംബുലൻസ് പരിരക്ഷ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള സെൽ യോഗങ്ങൾ തുടങ്ങിയവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ നാളിതുവരെയായും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ ഉപരോധിക്കുന്നതടക്കമുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് നിന്നും കാറിൽ കടത്തുകയായിരുന്ന 3.25 കോടി രൂപ പിടികൂടി. വ്യാഴാഴ്ച രാവിലെ 7:45 ഹൈവേ പെട്രോളിംഗ് നടത്തുകയായിരുന്ന മഞ്ചേശ്വരം പോലീസ് രേഖകളില്ലാതെ കടത്തുകയായിരുന്ന പണം പിടികൂടിയത്. മഞ്ചേശ്വരത്ത് നിന്നും വ്യാഴാഴ്ച രാവിലെ 7:45 ഹൈവേ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് കാറിൽ കടത്തിയ 3.25 കോടി രൂപ പിടികൂടിയത്. തുക്കാറാം എന്നയാളും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. അക്ഷയ് എന്നയാളാണ് കാർ ഓടിച്ചിരുന്നത്. മംഗളൂരു ഭാഗത്തു നിന്നും എത്തിയ കാറിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പണം കണ്ടെത്തിയത്. കാർ യാത്രക്കാർക്ക് പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വർണ്ണക്കപ്പുമായി വിളംബര ഘോഷയാത്ര നീലേശ്വരത്ത് നിന്നും പ്രയാണം തുടങ്ങി. 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പുമായി റവന്യൂ ജില്ലാ കായികമേള നടന്നുവരുന്ന EMS സ്റ്റേഡിയത്തിൽ നിന്നുമാണ് വിളംബര ഘോഷയാത്ര തുടങ്ങിയത്. നവംബർ 21 കപ്പുമായി വിളംബര ഘോഷയാത്ര കായികമേള നടക്കുന്ന തിരുവനന്തപുരത്ത് എത്തും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വർണ്ണക്കപ്പുമായി വിളംബര ഘോഷയാത്ര കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് പ്രയാണം തുടങ്ങി.
117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പുമായി റവന്യൂ ജില്ലാ കായികമേള നടന്നുവരുന്ന EMS സ്റ്റേഡിയത്തിൽ നിന്നാണ് വിളംബര ഘോഷയാത്ര തുടങ്ങിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കായി ആദ്യമായാണ് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുന്നത്. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ തലസ്ഥാന നഗരിയിലേക്കുള്ള വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് എന്നിവയടക്കം കൊത്തിവെച്ച സ്വർണ്ണക്കപ്പാണ് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. നവംബർ 21-ന് കപ്പുമായി വിളംബര ഘോഷയാത്ര കായികമേള നടക്കുന്ന തിരുവനന്തപുരത്ത് എത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശബരിമല ദേവസ്വത്തിന്റെ സ്വർണ്ണ മോഷണത്തിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് പടന്ന ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC പടന്ന ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. മലചവിട്ടി ശബരിമലയിൽ അയ്യപ്പനെ ദർശിക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തിന് മനോവ്യത ഉണ്ടാക്കുന്ന തരത്തിൽ ശബരിമല ദേവസ്വത്തിന്റെ അധീനതയിലുള്ള സ്വർണം ചെമ്പാക്കിയ സംഭവത്തിലെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിലെത്തിച്ച് ശിക്ഷ നൽകണമെന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. നടന്ന പന്തം കൊളുത്തി പ്രകടനത്തിന് KN വാസുദേവൻ നായർ, TP മുത്തലീബ്, നെല്ലിക്കാൽ നാസർ, VK ഷാനിബ്, SC നിസാർ, EP പ്രകാശൻ, AK അസ്ലം, MTP നൌഷാദ്, CV ഭരതൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ KSRTC ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിവരുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. കാസർഗോഡ് KSRTC ജില്ലാ കേന്ദ്രമായ കാസർഗോഡ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K. ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 13 മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തി വരികയാണ്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് KSRTC ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തിയത്. കാസർഗോഡ് KSRTC ജില്ലാ കേന്ദ്രമായ കാസർഗോഡ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K. ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. 1954 KSRTC ആദ്യമായിട്ട് പെൻഷൻ ഏർപ്പെടുത്തിയത്. ആ പെൻഷൻ ഏർപ്പെടുത്തുമ്പോൾ അതിന് പൂർണ്ണ ബാധ്യത മധ്യസ്ഥ കേരള സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ അന്ന് നിബന്ധന എന്താണ്? KSRTCന് പെൻഷൻ കൊടുക്കണമെന്നാണ് അന്ന് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ KSRTCക്ക് അന്ന് ഒരു വർഷം 2 കോടി രൂപ മാത്രമേ പെൻഷൻ കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. കാരണം അത്രയും പെൻഷൻകാർ കുറവാണ്. ഒരു വർഷം 2 കോടി മതിയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു മാസം 72 കോടി രൂപ വേണ്ടി വരും. അതായത് ഒരു വർഷം 864 കോടി രൂപ KSRTC പെൻഷൻ വേണ്ടി വരും. കാരണം ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഉടമ്പടിയാണ് 1984 അന്ന് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ നടപ്പിലാക്കിയത്. അതിന് ദുരിതം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് അനുഭവിച്ചുകൂടാ. തീർച്ചയായിട്ടും പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. കാരണം പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവകാശമാണ്. ഈ അവകാശം അനുഭവിച്ചിരിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. കേരള സർക്കാർ മധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ഈ പെൻഷൻ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേരള സർക്കാരിന് ഒരു ബാധ്യതയുണ്ട്. ഈ ബാധ്യത അവർ നിറവേറ്റാൻ തയ്യാറാണെന്ന് അന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് BP നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണം നടത്തിയിട്ട് 14 വർഷമായെന്നും 7 വർഷമായി ഉത്സവ ഭത്തയും നൽകാറില്ലെന്നും DR കുടിശ്ശികയും ലഭിക്കാറില്ലെന്നും നേതാക്കൾ പറഞ്ഞു. 2022 മുതൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിയുമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 13 മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തി വരുന്നതും ഇതിന് പിന്തുണയർപ്പിച്ച് KSRTC ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. K സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ പൊതുപ്രവർത്തകൻ നാസർ ചെർക്കളം മഞ്ചേശ്വരത്ത് നിന്നും ചെർക്കള വരെ നടത്തുന്ന പദയാത്രയ്ക്ക് കാസർഗോഡ് അടുക്കത്ത് ബയലിൽ സ്വീകരണം നൽകി. ദേശീയപാതയിൽ കാൽനട യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഫുട് ഓവർ ബ്രിഡ്ജ് മുഴുവൻ ബസ് സ്റ്റോപ്പുകളിലും യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും 2 ദിവസങ്ങളിലായി 37 കിലോമീറ്റർ പദയാത്രയാണ് നടത്തുന്നത്. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് പരിസരത്ത് നിന്നുമാണ് പദയാത്ര തുടങ്ങിയത്. ആദ്യ സ്വീകരണം ഗുഡ് ലക്ക് ഫ്രണ്ട്സ് ക്ലബ് പൊസോട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു.
തുടർന്ന് ഉപ്പള സ്കൂൾ, ഉപ്പള MR കോളേജ്, ബന്ദിയോട്, കുമ്പള, മൊഗ്രാൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഇന്ന് രാവിലെ 10 മണിക്ക് മൊഗ്രാൽ കുന്നിലിൽ 2ാം ദിനം ഉദ്ഘാടനം നടന്നു. തുടർന്ന് യാത്രയ്ക്ക് അടുക്കത്ത് ബയൽ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ഇതിനുശേഷം നുള്ളിപ്പാടി, അണങ്കൂർ, നായന്മാർമൂല, പാണലം, സന്തോഷ് നഗർ, 4ാം മൈൽ, സിറ്റിസൺ നഗർ, ഇന്ദിരാനഗർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം 7 മണിയോടെ പദയാത്ര ചെർക്കളയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സംഘടിത മേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കില എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സംഘടിത മേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് 2 ദിവസങ്ങളിലായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കിലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം TK രാജൻ ദ്വിദിന പരിശീലനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ബഹുമുഖമായ പ്രവർത്തനമാണ് ഈ കിലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ജില്ലയിൽ അതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താനാണ് ഇപ്പോൾ ഭരണസമിതി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ നേതാക്കന്മാർക്കുള്ള പരിശീലനം നടത്തുന്നത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ ക്ലാസ് ആദ്യമായി വ്യവസായ ചട്ട നിയമവും ചട്ടവും വളരെ കാര്യപ്രാധാന്യമുള്ള വിഷയമാണ്. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ശ്രീ വർക്കീച്ചൻ പേട്ടയാണെങ്കിൽ ഈ രംഗത്തെ അധികാരിയാണ്. ഞങ്ങളെ ഇവിടെ മാത്രമല്ല, കീഴിൽ മാത്രമല്ല, കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സർവദേശീയ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതിലെ സംഘടിപ്പിച്ച ILOൻ്റെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടെ അദ്ദേഹം ക്ലാസ്സിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നേതൃത്വ വികസനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. HR ട്രെയിനർ ശ്രീ അജിത് മേനോനാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യാവസാനം ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനും അത് നമ്മളെ ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൽ നമ്മുടെ വ്യവസായ മേഖലയെല്ലാം സംരക്ഷിക്കാൻ ഉയർന്ന ഒരു പരിശീലന കളരിയായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഒരിക്കൽ. ചടങ്ങിൽ കിലെ ഫാക്കൽറ്റി അംഗം വർക്കേച്ചൻ പേട്ട അധ്യക്ഷത വഹിച്ചു. കിലെ പ്രോഗ്രാം കോഓർഡിനേറ്റർ S സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ P മണിമോഹൻ, TV കുഞ്ഞിരാമൻ, T കൃഷ്ണൻ, KV ബാബു, മുത്തലീബ് പാറക്കട്ട, PV തമ്പാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വ്യാവസായിക തർക്ക നിയമവും ചട്ടവും എന്ന വിഷയത്തിൽ വർക്കേച്ചൻ പേട്ടയും നേതൃത്വ വികസനം എന്ന വിഷയത്തിൽ HR ട്രെയിനർ അജിത് മേനോനും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ചേനക്കോട് പ്രദേശവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. അത്യാധുനിക രീതിയിൽ പണികഴിപ്പിച്ച മധൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് ചേനക്കോട് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ ചേനക്കോട് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് സ്മാർട്ട് അംഗനവാടി പ്രവർത്തനം തുടങ്ങിയതിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അത്യാധുനിക രീതിയിൽ പണികഴിപ്പിച്ച മധൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് ചേനക്കോട് സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. വർണ്ണശബളമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്ത് സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിച്ചു. കുട്ടികളാണോ അവർ ഏത് മതത്തിൽപ്പെട്ട കുട്ടികളായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ട കുട്ടികളായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം നൽകി അവരെ നല്ല പൗരന്മാരായി വളർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. 47 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ സ്മാർട്ട് അങ്കണവാടി നമ്മളിവിടെ പണിതിട്ടുള്ളത്. മധൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്കണവാടിയുടെ കാലമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ നല്ല അങ്കണവാടികൾ നിങ്ങൾക്ക് ലഭിച്ചു. അത് നമുക്ക് ശരിക്കും നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഈ സ്മാർട്ട് അങ്കണവാടി ഇവിടെ വന്നതോടുകൂടി നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളുടെ ഭാവി ശോഭനമായിരിക്കട്ടെ, നല്ല കുട്ടികളായി തീരാൻ അവർക്ക് സാധിക്കട്ടെ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പറുമായ സ്മിജ വിനോദ് സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാധാകൃഷ്ണ സുർലു, യശോദ എസ് നായിക്, ഉമേഷ് ഗട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജമീല അഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാസർഗോഡ് CDPO M തില, ICDS സൂപ്പർവൈസർ PC പ്രിയ, AED അനന്തുരാജ്, പഞ്ചായത്ത് സെക്രട്ടറി നീതു സജിമോൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. മുത്തുകുടകളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് അഴകും മിഴിവുമേകി. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനെ തുടർന്ന് നേരത്തെ രക്തേശ്വരി സേവാ സംഘത്തിന് സമീപത്തെ ചേനക്കോട് രക്തേശ്വരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ സമീപത്ത് വയലും കുളവുമുള്ളത് ചെറിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തിയിരുന്നു. മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രക്തേശ്വരി സേവാ സംഘത്തിലായിരുന്നു നടത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ വാർഡംഗം സ്മിജ വിനോദിന്റെ നേതൃത്വത്തിൽ സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിലുള്ള അംഗനവാടിക്കായുള്ള തീവ്ര പരിശ്രമത്തിലായിരുന്നു. ഇതാണിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. 2022-2023 വർഷത്തിലായിരുന്നു അംഗനവാടിക്കുള്ള ഫണ്ട് അനുവദിച്ചത്. സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ പരിഹരിച്ചാണ് നാടിനായുള്ള മനോഹരമായ അംഗനവാടി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. വിശാലമായ ശിശുസൗഹൃദ ക്ലാസ് റൂമും, ശുചിമുറികൾ, ആകർഷകമായ പെയിന്റിങ്ങുകൾ, സുരക്ഷിത ഫൈബർ ഫ്ലോറിംഗ്, കളിപ്പാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ ജില്ലാതല വെള്ളവടി ദിനാചരണം നടത്തി. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല വെള്ളവടി ദിനാചരണം നടത്തി. ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇടയിലെ ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ സിമ്പതിയല്ല തോന്നേണ്ടത്, പകരം എമ്പതിയോടുകൂടി അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ് മാറേണ്ടത്. ഇന്ന് നമുക്ക് കാഴ്ചയുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും കാഴ്ചയില്ലാത്തവരെ പോലെ അഭിനയിക്കുന്ന, ഇടപെടുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് നമ്മളൊക്കെ ഉള്ളത്. സ്കൂൾ PTA പ്രസിഡന്റ് PK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. KFB ജില്ലാ പ്രസിഡന്റ് സതീശൻ ബെവിഞ്ച മുഖ്യപ്രഭാഷണം നടത്തി. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശിവദാസൻ മഠത്തിൽ വെള്ളവടി ദിനസന്ദേശം നൽകി. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷംസുദ്ദീൻ തെക്കിൽ, രാജൻ K പൊയ്നാച്ചി, പ്രിൻസിപ്പൽ MJ ടോമി, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ചട്ടഞ്ചാൽ, NSS പ്രോഗ്രാം ഓഫീസർ C ചിത്ര, അബ്ദുൾ സമീർ തെക്കിൽ, മിഥുൻ നാരായണൻ, ഫനാൻ എന്നിവർ സംസാരിച്ചു. ചട്ടഞ്ചാൽ ടൗണിൽ വെള്ളവടി ദിന റാലിയും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ഹരിതാരവം തീർത്തു. കണ്ണൂർ, കോഴിക്കോട് സർവകലാശാലകളിലെ MSF സാരഥികളെയും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെയും വരവേറ്റ് നടത്തിയ ഹരിതാരവം മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സമാധാന അന്തരീക്ഷവും ജനങ്ങൾക്കിടയിലെ സൗഹാർദ്ദവും ഇല്ലാതാക്കി ബോധപൂർവം അരാജകത്വം സൃഷ്ടിക്കുകയാണ് ചില ഭൗതിക ശക്തികളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതും മഠത്തിന്റെ ധാർമ്മികതയിൽ നിൽക്കുന്നതും എന്തിനാണെന്ന ചിന്തയിൽ കുട്ടികളെ എത്തിക്കുന്നതാണ് ഇത്തരക്കാരുടെ അജണ്ട. ഇതിനെതിരായ പോരാട്ടമാണ് MSF പോലുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. എത്രയോ നല്ലൊരു രാജ്യമാണ് നമ്മുടെ കേരളം. പ്രത്യേകിച്ച് ശാന്തമായ അന്തരീക്ഷം, ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം, വർഗീയതയില്ലാത്ത സംഗതികൾ, ധാർമ്മിക സദാചാര മൂല്യങ്ങളെ വിലമതിക്കുന്ന ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തെ മാറ്റിവെക്കുകയാണ് ഇന്നത്തെ ചില ഭൗതിക ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യാദൃച്ഛികമായി വന്നതല്ല. തങ്ങളുടെ കൃത്യമായ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഈ രംഗത്തെ അവർ അരാജകത്വം സൃഷ്ടിക്കുകയാണ്. മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെയും കണ്ണൂർ, കോഴിക്കോട് സർവകലാശാലകളിലെ MSF സാരഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി
സത്താർ വടക്കുംപാട്, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, കോഴിക്കോട് സർവകലാശാല ചെയർപേഴ്സൺ PK ഷിഫാന, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ബഷീർ വെള്ളിക്കോത്ത്, സെക്രട്ടറി നിഷാം പട്ടേൽ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ, തങ്കയം, മുക്കിൽ നിന്നും ഹരിതാ പതാകകളേന്തി ആയിരങ്ങളാണ് പ്രകടനത്തിൽ അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന് കീഴിൽ തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിറ മദ്രസയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഖുർആൻ ഹിഫ്ള് പാരായണ മത്സരം ഒക്ടോബർ 19 തൃക്കരിപ്പൂരിൽ നടക്കും. 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന മത്സര വിജയികൾക്ക് 500,000 രൂപയാണ് സമ്മാനം നൽകുന്നത്. ഒക്ടോബർ 19 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡിലെ കെയർ ഹാളിൽ നടക്കുന്ന ഖുർആൻ ഹിഫ്ള് പാരായണ മത്സരം ജമായത്തെ ഇസ്ലാമി തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് NKP ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. നമ്മൾ തർത്തീൽ 2025 എന്ന പേരിൽ ഖുർആൻ ഹിഫ്ള് മത്സരം നടത്തുന്നത്. നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങൾ സൂറത്ത് അൽ കഹ്ഫും അതുപോലെ തന്നെ സൂറത്ത് റഹ്മാൻ എന്നീ അധ്യായങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഹിഫ്ള് മത്സരമാണ് നടത്തുന്നത്. ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 35 കുട്ടികളാണ്. ഇതിൽ സംഘടനാപരമായ ഒന്നുമില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും, ഈ പഠിക്കാൻ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തൃക്കരിപ്പൂർ പഠന വലിയവർ അതുപോലെ തന്നെ പയ്യന്നൂരിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് 25,000 രൂപ സമ്മാനമായി ലഭിക്കും. 2ാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് 15,000 രൂപയും 3ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് 10,000 രൂപയുമാണ് സമ്മാനമായി നൽകുക. പങ്കെടുക്കുന്നവർക്കെല്ലാം പ്രോത്സാഹന പ്രൈസ് മണിയും ഏർപ്പെടുത്തിയതായി സംഘാടകർ പറഞ്ഞു. 19 വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേരള ഇത്തിഹാദുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി VP ഷൗക്കത്ത് അലി ഗൂർ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ NKP ഷാഹുൽ ഹമീദ്, മജീദ് നരിക്കോടൻ, സലീം നവാസ്, MTP മുസ്തഫ, C ദാവൂദ്, TP അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റി കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് വനിതാ മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കുക, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ നടക്കുന്ന സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുക, കേരള സർക്കാരിൻ്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ശക്തി പകരുക, സംഘടന നൽകിയ ഭീമഹർജിയിലെ നിവേദനങ്ങളിൽ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റി കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് വനിതാ മാർച്ച് സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ മാർച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി P ഭാർഗവി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ വിരുദ്ധതയുടെ ഇരുണ്ട കാലത്തിലേക്കുള്ള പിന്നടത്തത്തിലാണ് എന്ന് പറയാം. നമ്മൾ ഒരുപാട് കാലമായി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയാലും ഇന്നും സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം പിന്നിട്ടിട്ടും നമുക്ക് ഇന്ന് സുരക്ഷിതരാണോ, നമുക്ക് അർഹമായ പ്രാതിനിധ്യം എല്ലാത്തിനും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നും പിറകിൽ തന്നെയാണ്. രാജ്യത്താകെ സ്ത്രീകൾ തൊഴിലിടങ്ങളിലും പൊതു ഇടങ്ങളിലും ആക്രമണത്തിനും വിവേചനത്തിനും വിധേയമാക്കപ്പെടുകയാണ്. പാതി ആകാശത്തിനും ഭൂമിക്കും ഉടമകളാണ് സ്ത്രീകളെന്ന മുദ്രാവാക്യം ഉയർത്തിയ ഫ്രഞ്ച് വിപ്ലവം മുതൽ നമ്മൾ സ്വാതന്ത്ര്യം നേടി 78 വർഷങ്ങൾ കടന്നുപോയി. ഈ അവസരത്തിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് ഇവ ലഭ്യമാവുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി K പ്രീത സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം A ആമിന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ, സുനിത കരിച്ചേരി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. വനിതാ കമ്മിറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജി KR നന്ദി പറഞ്ഞു. മാർച്ചിന് ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV നിഷ, പുഷ്പ PV, വനിതാ കമ്മിറ്റി അംഗങ്ങളായ MV ഭവാനി വെള്ളരിക്കുണ്ട്, മേഖലാ പ്രസിഡന്റ് റീന ജോസഫ്, കാറടുക്ക മേഖലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആയിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ബേത്തൂർ പാറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി മഹിമയുടെ മരണം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. എന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല എന്നെഴുതിയ കുറിപ്പാണ് ബേടകം പോലീസ് കണ്ടെടുത്തത്. കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ മഹിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കാർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായിരുന്നില്ല. കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി മഹിമയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. എന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തം ഇല്ല എന്നെഴുതിയ കുറിപ്പാണ് ബേടകം പോലീസ് കണ്ടെടുത്തത്. കുറ്റിക്കോൽ ബേത്തൂർ പാറയിലെ പരേതനായ ബാബുവിന്റെ മകൾ മഹിമയെ ബുധനാഴ്ച രാവിലെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ താഴെയിറക്കി കാറിൽ കയറ്റി ചെർക്കളയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പടിമരുതിൽ എത്തിയപ്പോൾ കാർ അപകടത്തിൽപ്പെട്ടു. മറ്റൊരു വാഹനത്തിൽ മഹിമയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. അപകടത്തിൽ അമ്മ വനജയ്ക്കും സഹോദരൻ മഹേഷിനും നിസാര പരിക്കേറ്റിരുന്നു. കാസർഗോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മഹിമ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന മഹിമ എന്തിനാണ് ജീവനൊടുക്കിയതെന്ന അന്വേഷണത്തിനിടയിലാണ് കുറിപ്പ് കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് പരേതനായ ഹമീദ് അലി ഷംനാടിന്റെ പേരിൽ തായിലങ്ങാടിയിൽ ലീഗ് ഹൗസ് നിർമ്മിക്കുന്നു. പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഹമീദ് അലി ഷംനാട് സ്മാരക സൗധത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് തായിലങ്ങാടി വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി തായിലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിർമ്മിക്കുന്ന ഹമീദ് അലി ഷംനാട് സ്മാരക സൗധത്തിന്റെ ശിലാസ്ഥാപനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ സൗധം ഉയരുമ്പോൾ അത് അദ്ദേഹത്തിനുള്ള ഒരു വലിയ സ്മാരകമാവുകയും അദ്ദേഹത്തിന് നാം സമർപ്പിക്കുന്ന ഒരു കഴിവുട്ടായി മാറുകയും ചെയ്യുകയാണ്. ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM കടവത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടി സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൽ-റഹ്മാൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NA നെല്ലിക്കുന്ന് MLA, മണ്ഡലം ജനറൽ സെക്രട്ടറി TM ഇക്ബാൽ, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ ജനറൽ സെക്രട്ടറി സൈറാസിഫ്, മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ ഹാഷിം കടവത്ത്, TE മുക്താർ, മുനിസിപ്പൽ പ്രസിഡന്റ് KM ബഷീർ, ജനറൽ സെക്രട്ടറി ഹമീദ് ബെദിര, ട്രഷറർ AA അസീസ്, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് AP ഉമ്മർ, മുസാബി ചെർക്കള, അഷ്റഫ് TK, MH അബ്ദുൽ ഖാദർ, അമീർ പള്ളിയാൻ, മുസമിൽ TH, ഫിറോസ് അടുക്കത്ത് ബയൽ, ഖാലിദ് പച്ചക്കാട്, അജ്മൽ തളങ്കര, അഷ്ഫാഖ് തുരുത്തി, മുസമിൽ SK, ജലീൽ തുരുത്തി, റഹ്മാൻ ഞൊട്ടാൻ, ഷംസുദ്ദീൻ ബായിക്കര, BM അബ്ദുൽ-റഹ്മാൻ, അൻവർ PM, മുജീബ് തായിലങ്ങാടി, ഹനീഫ M, മൊയ്തീൻ കമ്പിളി, ബഷീർ AA എന്നീ അബ്ദുല്ല കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പെരിയ അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ് നടന്നത്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പെരിയ അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ലയൺസ് ജില്ലാ പ്രിൻസിപ്പൽ അഡ്വൈസർ K ഗോപി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള പ്രയോജനകരമായ രീതിയിലുള്ള ക്ലാസുകൾ നമ്മുടെ വളർച്ചയെ, നമ്മുടെ മാനസികമായും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പാലിക്കുന്ന ഇത്തരത്തിലുള്ള പ്രമുഖമായ ക്ലാസുകൾ നമ്മുടെ സംസ്ഥാനത്തിലൂടെ വിവിധ മേഖലകളിൽ വിവിധ ക്ലാസുകളിലായി വളർന്നു വരുന്ന സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും നൽകുക എന്ന ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പല സ്കൂളുകളിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുകയും. കണ്ണൻ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽകുമാർ, അഡ്മിനിസ്ട്രേറ്റർ വിപുല റാണി, മധു മഠത്തിൽ, N അനിൽകുമാർ, C വിജയൻ, അനിത മോൾ എന്നിവർ സംസാരിച്ചു. ജൂനിയർ റെഡ് ക്രോസ് കാഡറ്റ് ആദിത്യൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ 17-ന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ 17-ന് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുരാവസ്തുവായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ മ്യൂസിയവുമായിട്ട് ബന്ധപ്പെട്ട്
എപ്പോഴും സാധാരണ ഓരോ ജില്ലയോ അല്ല ആൾക്കാർ ആവശ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള സെമിനാറുകളൊന്നും ആരും ഏറ്റെടുക്കാത്തവരെ തയ്യാറാണ്. കാരണം ഇതിനെക്കൊണ്ട് അത്ര വലിയ എന്താ പറയുക പെട്ടെന്ന് കാണുന്ന ഒന്നുമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി എന്ന രൂപത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഈ ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചത് ഏറെ ഉചിതമായ ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനൊരു സെമിനാർ നടക്കുന്ന സമയത്ത് ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് എനിക്ക് വിനയത്തോടു കൂടി താല്പര്യമാണ്. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ. 10 മണിക്ക് പുരാവസ്തു പുരാരേഖ മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. പഴയ കാലത്തെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കോട്ടകളാണ് പറഞ്ഞത്. ആ കോട്ടകളും അതിൻ്റെതായ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ചരിത്രകാരന്മാർക്കെല്ലാം അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. അവരുടെ കോട്ട, വിദ്യയിലെ കോട്ട, ഇതിൻ്റെ അപ്പുറത്തെ കോട്ട, വിദ്യയിലെ ഓപ്പിച്ചോറിൻ്റെ കോട്ട, കുടിച്ചോറിൻ്റെ കോട്ട എല്ലാം ഉണ്ട്. ആ കോട്ടകൾക്കും വലിയൊരു ചരിത്രമുണ്ട്. അതെല്ലാം നമ്മൾ ഇതിൽ തീർച്ചയായും ഇത്തരം ചർച്ചകളിൽ ഇവിടെ ഇതൊരു സുന്നാർ വെക്കാൻ തീരുമാനിച്ചത് തന്നെ വലിയ കാര്യമായി നമുക്ക് വേണമെന്നില്ല. നമ്മുടെ നാടിൻ്റെ ഈ പറയുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് നാരായണനോട് ചോദിച്ചതുപോലെ ഒരു മ്യൂസിയം ഇല്ലാത്ത ജില്ല എന്ന ആ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചതുപോലെ നമുക്കെന്തെല്ലാം ഉണ്ട്, നമുക്കെന്തെല്ലാം പൈതൃകമുണ്ട്, നമുക്കെന്തെല്ലാം ചരിത്രത്തിലെ പഴയ കാര്യങ്ങളും തന്നെ മാനോകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി ഈ സെമിനാറും ഈ ചർച്ചയും മാറുമെന്നാണ്. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ M രാജഗോപാലൻ, CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ IAS, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CA ഷൈമ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീമ ടീച്ചർ, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ അബ്ബാസ് ബീഗം എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ IAS സ്വാഗതം പറയും. സംഘാടക സമിതി ജനറൽ കൺവീനർ E ദിനേശൻ നന്ദി അർപ്പിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ E ചന്ദ്രശേഖരൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, പ്രൊഫസർ C ബാലൻ മാസ്റ്റർ, തൃശൂർ മ്യൂസിയം സൂപ്രണ്ട് TV അനിൽകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് ട്രോഫി സംസ്ഥാന അണ്ടർ-19 ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 ഒക്ടോബർ 19, 20 തീയതികളിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് ട്രോഫി സംസ്ഥാന അണ്ടർ-19 ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 ഒക്ടോബർ 19, 20 തീയതികളായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഈ വർഷത്തെ സംസ്ഥാന അണ്ടർ-19 ചെസ് ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ്, ഗേൾസ് വിഭാഗങ്ങളിലായി കേരളത്തിലെ 14 ജില്ലകളിൽ സെലക്ഷൻ ടൂർണമെന്റുകളിൽ നിന്ന് വിജയികളായ 100ഓളം ചെസ് താരങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തും. ഒക്ടോബർ 19, 20 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന അണ്ടർ-19 ബോയ്സ് ആൻഡ് ഗേൾസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് ഈ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന, അതിലുപരി പ്രായോഗികാർത്ഥത്തിൽ ഇതിൻ്റെ മുഖ്യ സംഘാടകരായി പ്രവർത്തിക്കുന്ന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ആസിഫ് സർ വളരെ ഭംഗിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ 2 ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട 100ഓളം ചെസ് താരങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിൽ 4 ആൺകുട്ടികൾ ഓപ്പൺ വിഭാഗം, ഗേൾസ് വിഭാഗത്തിൽ 4 പെൺകുട്ടികൾ. ഓരോ ജില്ലയും പ്രതിനിധാനം ചെയ്തുകൊണ്ട്
ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതാണ്. ഒക്ടോബർ 19 രാവിലെ 9 മണിക്ക് ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. സ്വിസ് ലീഗ് സിസ്റ്റം ക്ലാസിക്കൽ ഫോർമാറ്റിൽ 7 റൗണ്ട് മത്സരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുക. ആദ്യ ദിനം 4-ഉം രണ്ടാം ദിനം 3-ഉം റൗണ്ടുകൾ പൂർത്തീകരിക്കും. ചാമ്പ്യൻഷിപ്പിൽ ബോയ്സ്, ഗേൾസ് വിഭാഗങ്ങളിൽ വിജയികളാകുന്ന ആദ്യ 4 സ്ഥാനക്കാർക്ക് ഡിസംബർ 16 മുതൽ 24 വരെ ചാർഗട്ടിൽ നടക്കുന്ന നാഷണൽ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മത്സരിക്കാൻ യോഗ്യത കരസ്ഥമാകും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി ശ്രീധരൻ ചൂട്ടക്കാട്, രാജേഷ് VN എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൊസൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രോത്സവം 17-ന് ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം കാഞ്ഞങ്ങാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് നടക്കുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രോത്സവം ഉപവേദികളായ മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ ശാസ്ത്രമേളയ്ക്കും കാഞ്ഞങ്ങാട് കടപ്പുറം PPTS ALP സ്കൂളിൽ പ്രവൃത്തി പരിചയമേളയ്ക്കും തുടക്കമായി. LP വിഭാഗത്തിന്റെ മത്സരങ്ങളായിരുന്നു 3 വേദികളിലും ആദ്യ ദിനത്തിൽ. പ്രധാന വേദിയായ കാഞ്ഞങ്ങാട് GVHSSൽ സാമൂഹ്യശാസ്ത്രമേളയിലെ ചാർട്ട്, ആൽബം, അറ്റ്ലസ് നിർമ്മാണം, പ്രാദേശിക ചരിത്രരചന, സെമിനാർ, ഗണിത ശാസ്ത്രമേളയിലെ നമ്പർ ചാർട്ട്, ജോമെട്രിക്കൽ ചാർട്ട്, നിശ്ചല മാതൃക നിർമ്മാണ മത്സരങ്ങളായിരുന്നു അരങ്ങേറിയത്. ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ GVHSS കാഞ്ഞങ്ങാട് സൗത്ത് ആതിഥേയം അരുളിക്കൊണ്ട് ഇനി വരുന്ന 2 ദിവസങ്ങളിലായി നടക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദി. PPT സ്കൂളിൽ പ്രവൃത്തി പരിചയമേളയും അതുപോലെ തന്നെ മരക്കാപ്പ് സ്കൂളിൽ ശാസ്ത്രമേളയും കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിലാണ് ഇവിടെ സംഘാടക സമിതി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും സൗകര്യമുള്ള പുതിയ കെട്ടിടവും കൂടി വന്നതോട് കൂടിയിട്ട് ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്കൂളായിട്ട് GVHSS കാഞ്ഞങ്ങാട് സൗത്ത് മാറിയിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ കുട്ടികൾക്ക് സൗകര്യപ്രദമായി എത്തിച്ചേരാനും എല്ലാ പ്രദർശനങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഓൺ ദ സ്പോട്ടായിട്ട് നടക്കുന്ന മത്സരങ്ങളും ഒക്കെ നല്ല രൂപത്തിൽ നടന്നു വരികയാണ്. അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നു. ഏറ്റവും മികച്ച രൂപത്തിൽ ഇത് നടത്തി തീർക്കാൻ ഈ സംഘാടക സമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വെള്ളിയാഴ്ച കാഞ്ഞങ്ങാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത സാമൂഹ്യശാസ്ത്രമേളയ്ക്ക് പുറമെ IT മേളയും നടക്കും. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ മത്സരങ്ങളാണ് 2ാം നാളിൽ വെള്ളിയാഴ്ച നടക്കുക. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സണും സംഘാടക സമിതി ചെയർപേഴ്സണുമായ KV സുജാതയുടെ അധ്യക്ഷതയിൽ ഇ ചന്ദ്രശേഖരൻ MLA ശാസ്ത്രോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലാ കളക്ടറെ ഉപരോധിച്ചു. സഹായം അനുവദിക്കുമെന്ന പ്രഖ്യാപനം നടപ്പിലാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. മഞ്ചേശ്വരത്തു നിന്നും കാറിൽ കടത്തുകയായിരുന്ന 3/4 കോടി രൂപ പിടികൂടി. ഹൈവേ പെട്രോളിംഗിനിടെയായിരുന്നു ഹവാല പണം പിടികൂടിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വർണ്ണക്കപ്പുമായി വിളംബര ഘോഷയാത്ര നീലേശ്വരത്ത് നിന്നും പ്രയാണം തുടങ്ങി. നവംബർ 21-ന് തിരുവനന്തപുരത്തെത്തും. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം. പടന്ന ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ KSRTC ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ധർണ. മധൂർ ചേനക്കോട് പ്രദേശവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. ചേനക്കോട് സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ഹരിതാരവം നടന്നു. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.